ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങാൻ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ട്രാൻസ്ഫർ വിൻഡോ. അപ്പോൾ ട്രാൻസ്ഫർ വിൻഡോനെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ മിഡ് വീക്കാണ്. ഞാൻ മിഡ് വീക്കിലെ മാച്ചുകളൊന്നും കണ്ടില്ല. അപ്പോൾ എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ എനിക്ക് പേഴ്സണലി സംസാരിക്കാൻ ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കത് തന്നെ ഡിസ്കസ് ചെയ്യാം. ട്രാൻസ്ഫർ വിൻഡോയിൽ കേൾക്കുന്ന റൂമേഴ്സിനെ പറ്റിയല്ല, കേൾക്കുന്ന റൂമേഴ്സ് ഇപ്പോൾ വലിയ സബ്സ്റ്റൻസ് ഒന്നും ഇല്ലാത്ത റൂമേഴ്സാണ്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഏത് ക്ലബിനൊക്കെ ഏതൊക്കെ പ്ലെയേഴ്സ് വേണം എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രീമിയർ ലീഗിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആഴ്സണലിനെ പറ്റി പറയുകയാണെങ്കിൽ ആഴ്സണലിന് ഇപ്പോൾ ഗോട്ട് എ വെരി പെർഫെക്റ്റ് സ്ക്വാഡ്, അതിലൊരു സംശയമില്ല. ഇപ്പോൾ സ്ക്വാഡ് വളരെ വളരെ പെർഫെക്റ്റാണ്. അതായത് എക്സെപ്റ്റ് നല്ലൊരു ലെഫ്റ്റ് വിങ്ങർ അല്ലാതെ അവർക്ക് വലുതായിട്ടൊരു ഹോള് ഫില്ല് ചെയ്യാനില്ല. കാര്യം എല്ലാ പൊസിഷനിലും ഒന്നിൽ കൂടുതൽ നല്ല ആൾക്കാരുണ്ട് ടു റൊട്ടേറ്റ്. അത് മാനേജർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അവർക്ക് ആസ് എ സ്ക്വാഡ് ഓൺ പേപ്പർ എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ PSG ഓർ വിത്ത് PSG ഏറ്റവും നല്ലൊരു സ്ക്വാഡാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വലിയ ഓൾട്ടറേഷൻസ് ഒന്നും അവർക്ക് വരുത്താനില്ല, ഹോൾസ് ഇല്ല ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് ആകെയുള്ളൊരു ഹോളെന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് ആണ്. ലെഫ്റ്റ് വിങ്ങിൽ ഒരു പോട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ഇല്ല. കാര്യം അത് അവരുടെ പ്ലേയിൽ എഫക്റ്റും ചെയ്യുന്നുണ്ട്. കാര്യം അവർ കൂടുതലും റൈറ്റ് സൈഡിലാണ് അവർ ഡിപ്പെൻഡൻ്റ് ഓൾറെഡി. അപ്പോൾ ലെഫ്റ്റിൽ ആളും കൂടി ഇല്ലാത്തപ്പോൾ അത് വളരെ പാരലൈസ്ഡായി പോവാണ് ലെഫ്റ്റ് വിങ്. അപ്പോൾ അതിൽ അവർക്ക് അഡീഷൻസ് വരുത്താൻ പറ്റുമെന്നൊക്കെ മുമ്പേ ലിങ്ക്സ് ഉണ്ടായിരുന്നു. അത് സെമന്യോ ലിങ്ക്സ് ഉണ്ടായിരുന്നു, മാലിക് ഫൊഫാനയുടെ പേര് കേട്ടിരുന്നു, ആൻഡ് റോഡ്രിഗോയുടെ പേര് കേട്ടിരുന്നു കഴിഞ്ഞ സമ്മറിൽ ഫുള്ള്. യീൽഡിസിൻ്റെ പേര് കേട്ടിരുന്നു. യീൽഡിസ് ഒന്നും ഒരിക്കലും ജനുവരിയിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ അവർ സൈനിങ് കൊണ്ടുവരുമോ ഇല്ലയോ എന്നറിയില്ല. അവർക്ക് ആവശ്യം ലെഫ്റ്റ് വിങ് ആണ്. അപ്പോൾ ആഴ്സണൽ എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വിൽ ഗോ ചെൽസിയുടെ കാര്യം പറയാനാണെങ്കിൽ ചെൽസിക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നൊരു സെൻറ്റർ ബാക്കാണ്. അത് ഒരു ഡെഫിഷ്യൻസി തന്നെയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫൊഫാന ആയിക്കോട്ടെ, ചലോബ ആയിക്കോട്ടെ, ഇതെപ്പോഴും കൺസിസ്റ്റൻസി കിട്ടണമെന്നൊരു നിർബന്ധമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് എത്രത്തോളം അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അല്ല. അവർ കുറേ സെൻറ്റർ ബാക്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിസസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാഡിയാഷിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടോസിൻ, വെസ്ലി ഫൊഫാന, ചാലോബ അക്കാഡമി പ്രൊഡക്റ്റാണ്, അച്ചിയംപോങ് അക്കാഡമിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഹാറ്റോ സെൻറ്റർ ബാക്ക് കളിക്കാൻ പറ്റും, റീസ് ജെയിംസിന് സെൻറ്റർ ബാക്ക്. പക്ഷേ ഇവരൊക്കെ എന്നാലും യു ഡോണ്ട് ഹാവ് തിയാഗോ സിൽവ പോയിട്ട് ആ ഏരിയയിലോട്ട് ഒരാൾ വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ഗ്യാപ്പ്. അതൊരു വലിയ ഗ്യാപ്പാണ്. ഒരു പ്ലെയറിനും ഇപ്പോൾ ചെൽസി സ്ക്വാഡിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ആൻഡ് ലിവായ് കോളിൽ ACL വന്ന് ഔട്ട് വേണം. അപ്പോൾ ജനുവരിയിൽ അവർ അഡീഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദേ ഷുഡ് ബി ഗോയിങ് ഫോർ എ സെൻറ്റർ ബാക്ക്. കാര്യം അവർക്ക് വേറെ പ്രൊഫൈൽസ് ഇപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വിങ്ങേഴ്സ് ഉണ്ട്, ആവശ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എമർജൻസി ആയിട്ട്, അതായത് ദേ ആർ എ വെരി ഗുഡ് കപ്പ് ടീം എൻ്റെ ഒപ്പീനിയനിൽ. അപ്പോൾ അതിനും കൂടെ UCL-ലും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു അവർക്കൊരു സെൻറ്റർ ബാക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ലിങ്ക്സ് ഒന്നും കേൾക്കുന്നില്ല. സോ ചെൽസി ജനുവരി വിൻഡോ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ലിങ്ക് കേൾക്കുന്നതാണ്. പക്ഷേ ചെൽസി ആയിട്ട് ലിങ്ക്സ് ഇല്ല ഇതുവരെ. ഇനി ഞാൻ കാണാത്തതാണെന്ന് അറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാമല്ലോ, അല്ല ലിങ്ക്സ് ഉണ്ടെങ്കിൽ. ആൻഡ് അടുത്ത നമുക്ക് സംസാരിക്കുന്നത് ലിവർപൂളിനെ പറ്റിയാണ്. ലിവർപൂളിന് സൈനിങ്സ് അത്യാവശ്യമാണ്. ആൻഡ് എസ്പെഷ്യലി വിത്ത് ഡെപ്ത് ഇല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഇഞ്ചുറീസാണ് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് അഡീഷൻസ് വേണം. അതൊന്ന് സെൻറ്റർ ബാക്ക് ഏരിയയാണ്. 2 ഫിറ്റ് സെൻറ്റർ ബാക്സേ ലിവർപൂളിനുള്ളൂ ഇപ്പോൾ. അപ്പോൾ അത് എങ്ങനെ ലിവർപൂൾ ബോർഡ്, ലിവർപൂളിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ടീം എങ്ങനെ ഡ്രസ്സ് ചെയ്ത് നോക്കാം. ലിങ്ക്സ് ഉണ്ട്, ഗെഹിയായിട്ട് ലിങ്ക്സ് ഉണ്ട്, ഷോട്ടർബാക്ക് ലിങ്ക്സ് ഉണ്ട്, യെറമി ജാക്കറ്റായിട്ട് ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരെ കൊണ്ടുവരും എന്നെനിക്കറിയില്ല. ഗേഹി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ആൻഡ് സെൻറ്റർ ബാക്സ് എന്തായാലും സെൻറ്റർ ബാക്ക് വരുന്നു തന്നെ തോന്നുന്നു ലിവർപൂളിലോട്ട്. അത് നമുക്ക് എന്താവും നോക്കാം. ആൻഡ് ഒരു വിങ്ങറാണ്. കാര്യം ഡിയാസ് ഇതിനകത്ത് കുറേ പേര്, അതായത് ഇപ്പോൾ ഫാൻസ് ആയിക്കോട്ടെ, ലിവർപൂൾ ഫാൻസ് തന്നെ ട്വിറ്ററിൽ പറയുന്നത് കണ്ട് റൈവൽ ഫാൻസ് ഡിയാസിനെ സിമ്പത്തൈസ് ചെയ്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഡിയാസിനെ നമ്മൾ കുറച്ച് കണ്ടു, ഡിയാസിനെ പുറത്താക്കി, ഡിയാസിനെ നമ്മൾ അപമാനിച്ചു വിട്ടു. പക്ഷേ ഡിയാസിന് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞു ഡിയാസ് പോയി. അപ്പോൾ അത് ക്ലബിന് നല്ല ഡീലായിരുന്നു. ഡിയാസ് പുഷ് ചെയ്തൊരു മൂവാണ്. ഡിയാസിന് ഇവിടെ ഇപ്പോൾ കിട്ടുന്ന സാലറി പോരാ, അവന് വേറെ സാലറി വേജ് കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് അവന് പോകണം എന്ന് അവന് തോന്നി. അപ്പോൾ ഡിയാസ് പോയി. അപ്പോൾ ഡിയാസിനെ വിറ്റതൊരിക്കലും ഒരു പ്രോബ്ലം അല്ല. പക്ഷേ ഡിയാസിനെ റീപ്ലേസ് ചെയ്യാത്തൊരു പ്രോബ്ലമാണ്. കാര്യം ഗാക്പോ ഒരിക്കലും ഒരു ടച്ച് ലൈൻ വിങ്ങർ അല്ല എൻ്റെ ഒപ്പീനിയനിൽ. ആൻഡ് ഗാക്പോ ഇസ് ബിലോ പാർ ക്വാളിറ്റി ടു പ്ലേ ഇൻ എനി ബിഗ് 6 ടീംസ് ഓർ യൂറോപ്പിലെ ഏറ്റവും ടോപ്പ് ടീംസിൽ പോലും കളിക്കാൻ ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി ഉണ്ടാവാം, ഫുട്ബോളിങ് ക്വാളിറ്റി ഉണ്ടാകും, പക്ഷേ ഫുട്ബോൾ IQ ഇസ് വെരി ബിലോ പാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടച്ച് ലൈൻ വിങ്ങർ ഇല്ല. സല ഇസ് ഗെറ്റിംഗ് ഓൾഡ് ആൻഡ് സലേനെ യൂസ് ചെയ്യുന്ന രീതി മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ടച്ച് ലൈൻ വിങ്ങർ ഇല്ല ലിവർപൂളിൽ. ആൻഡ് ലിവർപൂളിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിലും ലിവർപൂൾ കഴിഞ്ഞ സീസണിൽ ആഫ്റ്റർ എ ടേക്ക് ഓൺ ഏറ്റവും കൂടുതലൊരു ഷോട്ട് ക്രിയേറ്റിംഗ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു സൈഡ് ലിവർപൂളാണ്. പക്ഷേ ഇപ്പോൾ
പ്രീമിയർ ലീഗിൽ ഏറ്റവും താഴെ കിടക്കുന്ന ലിവർപൂളാണ് ഈ സ്റ്റാറ്റിൽ. അപ്പോൾ ഒരു വിങ്ങർ, ദ സിസ്റ്റം ഇസ് ഷൗട്ടിങ് ഫോർ വിങ്ങർ. അപ്പോൾ ഒരു വിങ്ങർ അത്യാവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അത് കൊണ്ടുവരുന്നതന്നെ തോന്നുന്നു. പക്ഷേ ലിങ്ക്സ് ഉള്ളത് സെമന്യോ ആണ്. സെമന്യോയുടെ കാര്യം നമുക്ക് അടുത്ത ക്ലബിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതായത് സെമന്യോ റിച്ചാർഡ് ഹ്യൂസിന് പരിചയമുള്ളൊരു ക്ലബിലുള്ളൊരു പ്ലെയറാണ്. പക്ഷേ സ്റ്റിൽ സെമന്യോന് നിറച്ച് സൂട്ടേഴ്സ് ഉണ്ട്, സെമന്യോന് ആവശ്യമുള്ള കുറേ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അത് ആ സെമന്യോയുടെ കാര്യം പറയുമ്പോൾ തന്നെ വിൽ മൂവ് ടു മാഞ്ചസ്റ്റർ സിറ്റി. അതായത് ഇപ്പോൾ ദേ പ്ലേ വെരി വെരി യുണീക്ക് ഫുട്ബോൾ. അതായത് ഒരു കോമ്പിനേഷനാണ്. അതായത് ഒരു ക്ലോപ്പിൻ്റെ ഒരു പെപ് ഗാർഡിയോളയുടെ ഒരു ഹൈബ്രിഡ് രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഫ്ലോസ് അവർക്കുണ്ട്. കാര്യം നിക്കോ ഗോൺസാലസ് ഒറ്റയ്ക്ക് ഒരു സ്വീപ്പർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹൗസിൻ്റെ പരിപാടി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഹീസ് വെരി ഗുഡ് അറ്റ് ഇറ്റ്. അപ്പോൾ പക്ഷേ പുള്ളിക്കൊരു കമ്പനി അവിടെ വേണമെന്നുള്ള വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരിക്കലും എത്ര ഓടി നടന്നാലും ബെർണാർഡോ സിൽവയ്ക്കോ അല്ലെങ്കിൽ ഫോർഡിനോ അത് കൊടുക്കാൻ പറ്റില്ല. ഒരു ഓൾ ആക്ഷൻ, ഒരു ഓൾ എലീറ്റ് 8 അവർക്ക് വളരെ അത്യാവശ്യമാണ്. അത് ബലീബ ആവാം, ആൻഡർസൻ്റെ പേര് കേൾക്കുന്നുണ്ട്, നോട്ട് വാർട്ടൺ, ബിക്കോസ് വാർട്ടൻ്റെ ആവശ്യം ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫൈലല്ല അവർ നോക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ആൻഡർസൺ ഓർ ബലീബ ആവാം. അപ്പോൾ ബലീബ അവൈലബിൾ ആവാം. അപ്പോൾ നമുക്കറിയില്ല ബലീബയുടെ കാര്യം എന്താണെന്ന്. ബലീബ ഒന്നാമത് സ്റ്റോക്സ് ആർ വെരി ഡൗൺ. അപ്പോൾ ജനുവരിയിൽ അവൈലബിൾ ആവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ആൻഡ് വേറെ സിറ്റിക്ക് ആവശ്യമുള്ളത് വിങ്ങറാണ്. അത് തന്നെയാണ് സെമന്യോയുടെ പേര് പറയാൻ കാര്യം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡോക്കു ഇസ് ഔട്ട് ഫോർ 3 weeks. അല്ലാതെ നോക്കുകയാണെങ്കിൽ അവർക്ക് ടച്ച് ലൈൻ വിങ്ങേഴ്സ് ഇല്ല. സവീനിയോയുടെ പെർഫോമൻസ് കൺസേണിംഗ് എന്ന് പറയാനില്ല, ബിക്കോസ് ഹി ഹസൻ ബിൻ ദാറ്റ് ഗ്രേറ്റ്. അതായത് ഇപ്പോൾ ഡിപ്പായി ഫോം എന്ന് പറയാൻ മാത്രമൊന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്കൊരു വിങ്ങർ വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഈ ഒരു സിസ്റ്റത്തിലോട്ടൊക്കെ ഒരു വിങ്ങറിന്, ഒരു നല്ലൊരു വിങ്ങർ, ഇഫ് യു സേ സെമന്യോ ഓർ നെക്സ്റ്റ് സമ്മറിലൊക്കെ ആണെങ്കിൽ മേ ബി യു ആഡ് റോഡ്രിഗോ ടു ഇറ്റ്. എനിക്ക് തോന്നുന്നത് ദേ സോർട്ടഡ് വിത്ത് ദാറ്റ്. എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു, അതായത് ഔട്ട് ഗോയിങ്സ് ഉണ്ടാവും സമ്മറിലൊക്കെ. അപ്പോൾ എല്ലാം കൂടെ യു ആഡ് ഡിഫൻസീവ്, ഒരു നല്ലൊരു 8, ഒരു ഓൾ ആക്ഷൻ 8 ലൈക്ക് ആൻഡർസൺ തന്നെ പറയാൻ കാര്യം. ആൻഡർസണാണ് ഏറ്റവും സൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ. ആൻഡർസൺ ആൻഡ് ഒരു നല്ലൊരു വിങ്ങറിനെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബി വെരി ഗുഡ്. കാര്യം ഒന്നാമത് സെക്കൻഡിൽ നിൽക്കുന്ന ടീമാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് കമ്പീറ്റ് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി വിത്ത് ആഴ്സണൽ ആൻഡ് ഇത്രയും ടൈറ്റ് ഫിക്സ്ചേഴ്സാണ്. അതായത് അത് ഇന്ന് തന്നെ പ്രീമിയർ ലീഗ് ഒരു പോസ്റ്റ് ഇട്ടാണ് 16 ദിവസത്തിൽ 40 കളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കത് റവന്യൂ ആണ്, പക്ഷേ സ്റ്റിൽ പ്ലെയേഴ്സ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിക്സ്ചർ, ഇങ്ങനത്തെ ഒരു ഇത്രയും പാക്ഡായൊരു ഷെഡ്യൂളിൽ എനിക്ക് തോന്നുന്നത് എല്ലാ ക്ലബ്ബുകൾക്കും 2 സ്ക്വാഡ് വീതം വേണം. അതായത് 11 വേണം. അതേ ക്വാളിറ്റിയുള്ള ഒരു അപ്പുറത്തൊരു 11 കൂടെ ബെഞ്ചിലോ ഓർ റൊട്ടേഷനായിട്ട് വേണം. കാര്യം അല്ലാതെ യു നോട്ട് സർവൈവിങ്. കാര്യം ക്ലബ്ബ് ഇപ്പോൾ ഒരു പ്ലെയർ ഇഞ്ചുറായി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നല്ല ടോപ്പ് ലെവൽ, കഴിഞ്ഞ വർഷം റോഡ്രി ഇഞ്ചുർഡായി. യു ഡോണ്ട് ഹാവ് എ പ്ലെയർ ദർ ടു റെപ്ലിക്കേറ്റ് ഹിം. റോഡ്രി കൊടുക്കുന്നതിൽ ഒരു 75% എങ്കിലും ഒരു കൊടുക്കാൻ പറ്റുന്നൊരു പ്ലെയർ ബാക്കപ്പ് വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടായിട്ടുണ്ട് ഫുട്ബോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു സിറ്റി ഷുഡ് സൈൻ എ മിഡ്ഫീൽഡർ ആൻഡ് എ വിങ്ങർ. എനിക്ക് തോന്നുന്നു സിറ്റി വിൽ ബി ഇൻ ദ മാർക്കറ്റ്. സിറ്റി എന്തായാലും മാർക്കറ്റിലുണ്ടാവും. ബിക്കോസ് എനിക്ക് തോന്നുന്നത് 2 points ഗ്യാപ്പാണ്. അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന മാർജിനാണ് എന്ന് അവർക്ക് അറിയാം. ആൻഡ് അത് മാക്സിമം ഒരു മുതലെടുക്കാനേ നോക്കും ഇൻ ദ വിൻഡോ. അപ്പോൾ അത് എത്രത്തോളം പോകും എന്ന് നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റിയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആകെ ഒരു സൈനിങ് ആവശ്യമുള്ളൂ, അത് മിഡ്ഫീൽഡറാണ്. അത് ഇടക്കിടക്ക് ഞാൻ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യമാണ്. ദേ ജസ്റ്റ് നീഡ് എ മിഡ്ഫീൽഡർ. കാര്യം അവരിപ്പോൾ കളിക്കുന്ന രീതി വെച്ച് നോക്കി, ഇപ്പോൾ ബോൺമത്തിൻ്റെ കൂടെയുള്ള ഗെയിം നോക്കിയാലും ദേ ആർ ഷൗട്ടിങ് ഫോർ മിഡ്ഫീൽഡർ. അതായത് ഒരു സെയിം സിറ്റിയുടെ പറഞ്ഞ അതേ ഒരു ടൈപ്പ് പ്രൊഫൈൽ. യു ഹാവ് എ ഡിസ്ട്രോയർ ദർ. ഇപ്പോൾ ഉഗാർത്തെ ആയിക്കോട്ടെ, കസമീറോ ആയിക്കോട്ടെ, അവരുടെ ഗെയിം എലിവേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു നല്ല മിഡ്ഫീൽഡർ കൂടെ വന്നാൽ. ഞാൻ ഒരിക്കലും പറയുന്നത് ബ്രൂണോ മോശമാണെന്നല്ല, പക്ഷേ ഹീസ് മിസ്ഫിറ്റ് ഫോർ ദിസ് സിസ്റ്റം. അപ്പോൾ ബ്രൂണോനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇഫ് ദ ബോർഡ് ഇസ് റെഡി ടു സാക്ക് ആമറും ഓക്കെ ഫൈൻ. എനിക്ക് ആസ് എ വ്യൂവർ അത് അപ്പീലിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ യു ആർ അണ്ടർ ആമറും ഈ ഒരു സിസ്റ്റത്തിനൊരു നല്ലൊരു മിഡ്ഫീൽഡർ ആവശ്യമാണ്. ആൻഡ് അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലിങ്ക്സ് ഉണ്ട്, ഓഫ് കോഴ്സ് ആൻഡർസൻ്റെ ലിങ്ക്സ് ഉണ്ട്, ബലീബ ലിങ്ക്സ് ഉണ്ട്, സ്റ്റില്ലർ ലിങ്ക്സ് ആർ ബാക്ക് ടു ഓൾ ദ ക്ലബ്സ്. ലിവർപൂളിനൊക്കെ ലിങ്ക് വന്നിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് ഹീസ് എ വെരി ഗുഡ് പ്രൊഫൈൽ. എസ്പെഷ്യലി ഇപ്പോൾ ഈ സീസണിൽ അവൻ ഇഞ്ചുറി കഴിഞ്ഞ് വന്നു. ഹീസ് ബിൻ പെയറിങ് വെരി വെൽ ചെമാൻഡ്രേസ്. അപ്പോൾ ചെമാൻഡ്രേസിനോട് നല്ലോണം കളിക്കുന്നുണ്ട്. ആൻഡ് വേൾഡ് കപ്പ് ഇയറും കൂടെയാണ്. അപ്പോൾ ഹീ വിൽ ട്രൈ ടു പ്രൂവ് എ പോയിൻറ്റ്. കാര്യം ജർമ്മനിയിൽ മിഡ്ഫീൽഡിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇടിച്ച് കയറാനുള്ളൊരു മെൻറ്റാലിറ്റിയിൽ തന്നെ ആയിരിക്കും അവൻ കളിക്കുക. ആൻഡ് ഹീ വിൽ ബി എ വെരി ഗുഡ് സൂട്ടഡ് പ്രൊഫൈലാണ് യുണൈറ്റഡിന്. കാര്യം ഒരു ഡിസ്ട്രോയറെ നല്ലോണം മാസ്ക് ചെയ്തോളും പുള്ളി. ഓൺ ദ ബോൾ ഈസ് എലീറ്റ്, അതെല്ലാവർക്കും അറിയാം. ആൻഡ് അപ്പോൾ യുണൈറ്റഡിന് ആകെ വേണ്ടത് ഇതാണ്. അവർ ആരെ സൈൻ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അറ്റാക്ക് സെമിനോട് ലിങ്ക്സ് കിട്ടുന്നു, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അവർക്ക് ആവശ്യമില്ല. കാര്യം ഓൺ ഫുൾ സോങ് എനിക്ക് തോന്നുന്നു എംബുമോ, കുന്യ ആൻഡ് ഷെസ്കോ വിൽ സ്റ്റാർട്ട്. അതാണ് സ്റ്റാർട്ടിങ് ലൈനപ്പ്, അറ്റാക്ക് ലൈൻ. അതിൻ്റെ കൂടെ നീ സെമിന്യോനെ
വിങ് ബാക്ക് ആയിട്ടൊന്നും ഒരിക്കലും കളിപ്പിക്കേണ്ട വരില്ല. യു ഹാവ് അമാദ് ദർ റൈറ്റിൽ കളിക്കാനായിട്ട്, അങ്ങനത്തെ ഒരു അറ്റാക്കിംഗ് വിങ് ബാക്ക് അല്ല. ഇപ്പുറത്ത് ഇച്ചിരി റിസർവ്ഡ് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. സെമന്യോ എനിക്ക് തോന്നുന്നത് ഹി ഷുഡൻ ബി വേസ്റ്റഡ് അറ്റ് വിങ് ബാക്ക് റോൾ. ആൻഡ് എനിക്ക് തോന്നുന്നു സെമന്യോ അത് ചൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. യുണൈറ്റഡ് അത് പെർസ്യൂ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് റൂമേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. നെക്സ്റ്റ് നമ്മൾ ലാലിഗയിലോട്ടൊന്ന് പോകാം. ലാലിഗയിലോട്ട് പോകുമ്പോൾ ഓബ്വിയസ് 2 ക്ലബ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഇസ് റയൽ മാഡ്രിഡ്. റയൽ മാഡ്രിഡ് ഇപ്പോൾ സെക്കൻഡാണ് ലാലിഗ ടേബിളിൽ. ദേ ഹവ് ബീൻ ഓക്കെ ഫോർ ദ ലാസ്റ്റ് 2 ഗെയിംസ്. ഇപ്പോൾ കോപ്പ ഡെൽ റേയിൽ ഒരു ഗെയിം കഴിഞ്ഞു ആൻഡ് ലാലിഗയിൽ അലാവസായിട്ട് ജയിച്ചു. സ്റ്റിൽ എനിക്ക് യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത്. അതായത് ദേ നീഡ് എ മിഡ്ഫീൽഡർ. യു നോട്ട് ഡ്രോപ്പിംഗ് ചുവമിനീനൊന്നും ഒരിക്കലും നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല അലോൺസോ ആസ് എ മാനേജർ ചുവമിനീനെ ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല. അപ്പോൾ പുള്ളിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ് വേണ്ടത്. അത് ലെവർക്യൂസനിൽ പുള്ളിക്ക് ഉണ്ടായിരുന്നു. അലോൺസോന് ആൻഡ്രിച്ചിൻ്റെ കൂടെ പലാസിയോസ് ഓർ എലിയക്സ് ഗാർസിയ, ഷാക്ക, ഇങ്ങനത്തെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ദേ ആർ വെരി സൗണ്ട് ഓൺ ദ ബോൾ. ഇവിടെ ഇങ്ങനത്തെ ഒരു പ്ലെയർ ഇല്ല. ഇപ്പോൾ ഫാൻസ് ആയാലും എല്ലാവർക്കും തോന്നാം വൈ ഡോണ്ട് യു പ്ലേ ബെലിംഗം ഓർ വാൽവർദെ എന്ത് പിവട്ട്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. പ്രസ് റെസിസ്റ്റൻ്റ് അല്ല ഇവർ രണ്ടുപേരും. ഇവർക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നത് 2 രീതിയിലാണ്. വാൽവർദെ ക്യാരി ചെയ്താണ്, ബെലിംഗം ആയാലും ക്യാരി ചെയ്താണ്. അപ്പോൾ യു നീഡ് എ പേഴ്സൺ ടു ബ്രേക്ക് ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കാൻ ഒരാൾ വേണം. ഇപ്പോൾ മെഡ്രിഡിൻ്റെ കളി നോക്കിയാൽ തന്നെ അവർക്ക് മിഡ്ഫീൽഡിൽ നിന്ന് ഒരു പ്ലേയും ഇല്ല. ദേ ആർ ട്രൈങ് ടു സ്പ്രേ ബോൾസ് ടു ഫോർവേഡ്സ്. അപ്പോൾ അത് മാറണമെങ്കിൽ ഐ ഫീൽ ദേ നീഡ് എ ഗുഡ് മിഡ്ഫീൽഡർ. എൻ്റെ മനസ്സിൽ അവർക്ക് എനിക്ക് തോന്നുന്നത് ദേ ജസ്റ്റ് നീഡ് എ സ്റ്റില്ലർ മതി. കാര്യം ചുവമിനി വിൽ ഡൂ ദ ഡേർട്ടി വർക്ക്. ചുവമിനി ചെയ്തോളൂ. ചുവമിനി എപ്പോഴും ഹീസ് നോൺ ഫോർ ദാറ്റ്. മൊണാക്കോയിൽ സിംഗിൾ പിവട്ടിൽ കളിച്ചൊരു മിഡ്ഫീൽഡറാണ് ചുവമിനി. അപ്പോൾ പുള്ളിയുടെ കൂടെ ഇങ്ങനത്തെ ഒരു സ്റ്റില്ലർ ഉണ്ടായാലും ഹീസ് വെരി ഹാപ്പി ടു ഡൂ ദ ഓഫ് ദ ബോൾ, ഓൺ ദ ബോൾ, അതായത് ഡിഫെൻസീവ് വർക്ക്. ബാക്കി സ്റ്റില്ലർ നോക്കിക്കോളും. അപ്പോൾ ഒരു മിഡ്ഫീൽഡർ വളരെ അത്യാവശ്യമാണ് മെഡ്രിഡിന്. അത് അവർ ജനുവരി ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് അവർക്ക് ആവശ്യം പിന്നെയുള്ള സെൻറ്റർ ബാക്കാണ്. കാര്യം ഡെപ്ത് ഇല്ല അവർക്ക്. സെയിം ലൈക്ക് ഐ തിങ്ക് സിമിലർ സിറ്റുവേഷനാണ് ലൈക്ക് ലിവർപൂൾ. ഡെപ്തേ ഇല്ല. ആൻഡ് അലബ വരും പോകും. റുഡിഗറും ആയാലും ഹീസ് ലിറ്ററലി ഒരു പോയിൻറ്റിങ് ടു എ ഡിക്ലൈൻ. അപ്പോൾ വലിയ സ്റ്റീപ്പ് ഡിക്ലൈനിലോട്ടാണ് റുഡിഗർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് മിലിറ്റാവോ അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചോർഡാണ്. അസെൻസിയോ യു കാൺ ട്രസ്റ്റ് അസെൻസിയോ ടു പ്ലേ. ഇത്ര ഗെയിംസ് കൺസിസ്റ്റൻ്റ്ലി കളിക്കുന്നത് നമുക്കൊരിക്കലും ആസ് എ വ്യൂവർ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ യു നീഡ് എ ഗുഡ് പെയറിങ് വിത്ത് ഹോയ്സൺ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു സെൻറ്റർ ബാക്കിന് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഇൻ ദിസ് വിൻഡോ സെൻറ്റർ ബാക്സ് മാർക്കറ്റ് ഈതർ ഇൻ ദ സമ്മർ ഓർ യു പേ എ പ്രീമിയം ആൻഡ് ബ്രിങ് ദം എന്നുള്ള രീതിയിലാണ് ജനുവരിയിൽ. അത് എന്താണെന്ന് കണ്ടറിയാം. എൻ്റെ ഒരു ഒപ്പീനിയൻ മെഡ്രിഡ് ഷുഡ് ഗോ ഫോർ എ സെൻറ്റർ ബാക്ക് ആൻഡ് എ മിഡ്ഫീൽഡർ. അത് ഇവർ ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. ആൻഡ് നെക്സ്റ്റ് വിൽ ഗോ വിത്ത് ബാഴ്സലോണയുടെ കാര്യത്തിൽ എനിക്ക് ഡിസ്ക്ലെയിമർ ഉള്ളത്, ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ബി ഏബിൾ ടു ബൈ പ്ലെയേഴ്സ്. അതാണ് ഒന്നാമത്തെ കാര്യം. അവരുടെ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ അവർക്കൊരു പ്ലെയറെ മേടിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പക്ഷേ സ്റ്റിൽ വി നീഡ് ടു സേ സംതിങ്. അതായത് അവർ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പൊസിഷനാണ് സെൻറ്റർ ബാക്ക്, വേറെ ഒന്നുമല്ല. സെൻറ്റർ ബാക്ക് ആണ് കാര്യം. സമ്മറിലോട്ടാണെങ്കിൽ വിൽ ഗോ വിത്ത് ദി ഡെപ്ത് ആഡിങ് ഓപ്ഷൻസ് ഒക്കെ നോക്കാം. പക്ഷേ ഇപ്പോൾ ആവശ്യം സെൻറ്റർ ബാക്കാണ്. ജെറഡ് മാർട്ടിൻ ഇപ്പോൾ നല്ലോണം കളിക്കുന്നുണ്ട് അവിടെ. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിഗ് ടീമിൻ്റെ കൂടെ യു പ്ലേ എ ബിഗ് ടീം, യു പ്ലേ ഫോർ എക്സാമ്പിൾ ആഴ്സണലിന് ചാമ്പ്യൻസ് ലീഗിന് നോക്കൗട്ട്സിൽ കളിക്കുമ്പോൾ ഹൗ എവർ ഗുഡ് ജെറഡ് മാർട്ടിൻ ഇസ്, അത് എപ്പോഴും ഒരു ഫാൻസിന്, അപ്പോൾ ക്ലബിനോ കളിക്കുന്ന ആൾക്കാർക്കോ ഉണ്ടാവുമോ ജെറഡ് മാർട്ടിനോ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഫാൻസിന് ഇറ്റ് വിൽ ബി ഒരു ഡൗട്ടായിരിക്കും, വിൽ ഹി ഡൂ ഗുഡ് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് കളി. കാര്യം ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ എപ്പോഴും ആ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇനിഗോ മാർട്ടിനസ് നല്ലോണം ചെയ്തിരുന്നു. അത് അതായത് ലോങ് ടേമിൽ ജെറഡ് മാർട്ടിനസ് സൊല്യൂഷൻ ഓർ നോട്ട്, അത് ഒരു വലിയ ചോദ്യമാണ്. ആൻഡ് ഐ തിങ്ക് അത്യാവശ്യം ഇവർക്കൊരു സെൻറ്റർ ബാക്കാണ്. അപ്പോൾ വിൽ സി അവരത് അഡ്രസ്സ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്തെങ്കിലും കോണ്ടൻറ്റ് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക കമൻസിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.